ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് സപ്തതരം ക്രിയേഷൻസിന്റെ ബോർഡ് മെമ്പേഴ്സിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് സപ്തതരം ക്രിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD, ഗോവൻ ഗ്രൂപ്പിന്റെ MD ശ്രീ ഉണ്ണി സർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ, സപ്തതരം ക്രിയേഷൻസ് ഫിനാൻസ് ഡയറക്ടർ ശ്രീ പ്രേമാനന്ദൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശൂർ നാണു എഴുത്തച്ഛൻ മെമ്മോറിയൽ ഗ്രൂപ്പിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ PS ജയഗോപാൽ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സപ്തതരം ക്രിയേഷൻസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡയറക്ടർ ശ്രീ മധു പള്ളിയാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം ചിറക്കൽ കാളിദാസിന്റെ ഓണർ കൂടിയിട്ടാണ്, അപ്പൊ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സപ്തതരം ക്രിയേഷൻസ് പ്രൊഡക്ഷൻ ഡയറക്ടർ ശ്രീ സന്തോഷ് ജേക്കബ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സന്തോഷ് സാൻഡ്ര തിയേറ്റേഴ്സ് ഉടമ കൂടിയിട്ടാണ്, അപ്പൊ അദ്ദേഹത്തെയും കൂടി വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇനി ക്ഷണിക്കേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ബാലൻ K മങ്ങാട്, അഡ്വക്കേറ്റ് പ്രണവ്, രണ്ടുപേരെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഇനി നമ്മള് ക്ഷണിക്കേണ്ടത് ബഹുമാനപ്പെട്ട PR സതീഷ് സർ, മനോരമയുടെ CEO ആണ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ക്ഷണിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ അതിഥികൾ തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രീ സത്യനന്ദിക്കാട് സർ, അതോടൊപ്പം തന്നെ ശ്രീ ലാൽ ജോസ് സർ, പ്രിയപ്പെട്ട ഭരത് സലിംകുമാർ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട താരമാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ AK സാജൻ സർ. ഇനി ഏറ്റവും സ്നേഹത്തോടെ വിളിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, ശ്രീ ലിബർട്ടി ബഷീർ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ക്ഷണിക്കേണ്ടത് നമ്മുടെ മറിമായം ടീമാണ്. നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ജെട്ടി, ഈ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലെ ഒരു നമ്മളെ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് സമ്മാനിക്കുന്നത് നമ്മുടെ ശ്രീ മണികണ്ഠൻ പട്ടാമ്പി, അതോടൊപ്പം തന്നെ ശ്രീ സലിം ഹസൻ, രണ്ടുപേരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മറിമായം ടീം എന്ന് പറയുന്നത് ഇവര് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് ബക്കർ, നമ്മുടെ നിയാസ് കെ ഉണ്ട്, പ്രിയപ്പെട്ട ശ്രീ വിനോദ് കോവൂർ ഉണ്ട്, ശ്രീമതി സ്നേഹ ശ്രീകുമാർ, റിയാസ്, മണി ഷൊർണൂർ, ശ്രീ ഉണ്ണിരാജ്, എല്ലാവരെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം മമ്മൂക്ക, അല്ലെ? അപ്പൊ എന്തായാലും മമ്മൂക്ക എത്താന്ന് പറഞ്ഞാണ്. മമ്മൂക്കയ്ക്ക് എറണാകുളത്തായിരുന്നു ഷൂട്ടിങ് പുതിയ സിനിമയുടെ. അപ്പൊ അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അത് കുമ്മളിയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മമ്മൂക്കയ്ക്ക് ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചു. പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം എത്തി നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹം തരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ മറിമായം ടീമിനെ വിളിച്ചപ്പോ ഒരാളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സുമേഷ് ഏട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മകളെല്ലാം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെയും ഈ ഒരു നിമിഷത്തില് നമ്മള് സ്നേഹത്തോടെ ഓർക്കുകയാണ്.
സപ്തതരം ക്രിയേഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് ഗോവിന്ദ് ഫിലിംസ് ഞങ്ങൾ ജോയിൻ്റായിട്ട് ചെയ്യുന്ന പടമാണ് പഞ്ചായത്ത് ജെട്ടി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ നമ്മുടെ മഴയിൽ മനോരമ, മണികണ്ഠൻ ആൻഡ് സലീം. മാത്രമല്ല അവർ മൊത്തം ഗ്രൂപ്പ് എല്ലാവരും കൂടിയിട്ട് സഹകരിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് ആദ്യം നമ്മുടെ സത്യൻ അന്തർക്കാട് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ ലാൽ ജോസ് സാർ, സെൽവി കുമാർ ആദിഷെത്തിയിട്ടില്ല വരാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഡയറക്ടർ കെ സാബനുണ്ട്, ലിബർട്ടി ബഷീർക്ക, പിന്നെ നമ്മുടെ സപ്ത ഡയറക്ടേഴ്സ് PS പ്രമാനന്ദൻ, സന്തോഷ്, ജയൻ, മധു, പിന്നെ നിങ്ങളുടെ സപ്തതരം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അവരെന്നെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രേം പെപ്കോ, ബാലൻ കെ മങ്ങാട്ട്, പിന്നെ അഡ്വക്കേറ്റ് പ്രണവ്, പിന്നെ മറിമായം ഗ്രൂപ്പ്, മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, നിയാസ്, പ്രിയാസ്, വിനോദ് കോവൂർ, സ്നേഹ, ഉണ്ണിരാജ, വീണ നായർ, ഓടദേശൻ, മറിമായം ഗ്രൂപ്പ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സതീഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, CEO മഴവിൽ മനോരമ. അദ്ദേഹത്തെ പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി സന്ദീപ്, പ്രസിഡന്റ് PS, ബാക്കി എല്ലാവരെയും ഒന്നുകൂടി ഇതിൽ വിട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പൂജയുടെ വിശിഷ്ട അതിഥിയെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാന്യനും ആദരണീയനുമായ സത്യൻ, മനോരമ CEO സതീഷ് സർ, ഏറെ ആദരണീയനായ ഡയറക്ടർ ലാൽ സർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സപ്തതരംഗ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ 1992 മുതൽ ഇതിൻ്റെ ഡയറക്ടേഴ്സ് സിനിമയുമായി ബന്ധമുണ്ട്. കാട്ടുകുതിര, സത്യപ്രതിജ്ഞ, ദാദ മുതലായുള്ള സിനിമകളിലെ നമ്മുടെ ഡയറക്ടേഴ്സ് ഇൻവെസ്റ്റർമാരായിരുന്നു. പിന്നീട് 2001 ഗോവിന്ദ് ഫിലിംസ് എന്ന പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ഉണ്ടാക്കുകയും അതിൽ പുലുവാൽ കല്യാണം എന്ന സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്തു. ശേഷം 2015 സപ്തതരംഗ സിനിമ ലിമിറ്റഡ് എന്ന സ്ഥാപനം, LLP എന്ന സ്ഥാപനം തുടങ്ങി പഞ്ചവർണ്ണ തത്ത, ആനക്കള്ളം എന്ന സിനിമകൾ നിർമ്മിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ഈ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ലിമിറ്റഡ് ലയബിലിറ്റീസ് പാർട്ട്ണർഷിപ്പിലെത്തിയതിനു ശേഷം ഇന്ന് സപ്തതരംഗ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമായി എത്തിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ആനന്ദം പരമാനന്ദം എന്ന സിനിമ നിർമ്മിച്ചു. ഇനി അടുത്തതായി ഇന്നിവിടെ അനൗൺസ് ചെയ്യും. എൻ്റെ പേര് ഞാൻ പറയാം. ഒരു കട്ടിലും ഒരു മുറിയും എന്ന സിനിമ വിതരണത്തിന് റെഡിയായിട്ടിരിക്കുകയാണ്. ശേഷം ചെയ്യുന്ന സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. നമുക്കറിയാം, പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയിലെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിമായം എന്ന സീരിയലില് അതിന്റെ അഭിനേതാക്കളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും
ഇതിന്റെ കഥ, സംവിധാനം, അഭിനയം മണികണ്ഠനും സലീമും കൂടിയാണ് നിർവഹിക്കുന്നത്. കൂടാതെ അവരൊപ്പം തന്നെ ഇവർക്ക് പുറമെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടൊരിക്കും മണി സ്വർണ്ണൂര്, റിയാസ്, വിനോദ് കോവൂർ, റിയാസ്, സ്നേഹ, ഉണ്ണിരാജ് മുതലായിട്ടുള്ള അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, അവരൊരു കുടുംബത്തെ പോലെയാണ് ഈ അവരുടെ ജീവിതവും ഈ സിനിമയും കാണുന്നത്. അവർ കൂട്ടമായി തന്നുകൊണ്ട് തന്നെ ഈ സിനിമയെ വിജയിപ്പിക്കാനായിട്ട് നമുക്കറിയാം വളരെ നർമ്മരസത്തോടുള്ള ഒരു സിനിമയായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതിന് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം തന്നെ ഒരു നന്മയുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ലോകത്ത് നമുക്കറിയാം വളരെ അസ്വസ്ഥതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സന്തോഷത്തിലൂടെ ആനന്ദത്തിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയിട്ടാണ് നമ്മൾ ഈ കമ്പനി കാണുന്നത്. ഒപ്പം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നാളെ മുതൽ 19-ാം തീയതി മുതൽ തുടങ്ങി 22-ാം തീയതി ജനുവരി 22-ാം തീയതി അവസാനിച്ച് ഏപ്രിൽ മാസം 26-ാം തീയതി റിലീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നാളെ ഷൂട്ടിംഗ് തുടങ്ങി അതിനൊരു മുടക്കം കൂടാതെ വരുന്നതിനും അത് ഈ സിനിമ വളരെ വിജയമായി മാറുന്നതിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറിമായം ടീം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. മറിമായത്തിൽ അഭിനയിക്കുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം, ഞാൻ ഈ പരിപാടിയുടെ വലിയൊരു ആരാധകനാണ്. പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണികണ്ഠൻ അടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമയിൽ സഹകരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിനോദ് ഗോവിനൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടില്ല, ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടിട്ടില്ല. പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറില്ല. പ്രത്യേകിച്ചും സ്നേഹയൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ശ്രീകുമാറിനൊക്കെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് സുപരിചിതമാണ്. ഇന്നലത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു, അതിഗംഭീരമാണ്. അപ്പോ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിന് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നതിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ്, സപ്തതരംഗിന് തന്നെയാണ്. കാര്യം ആര് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തികളുണ്ടല്ലോ, ഇവര് ഒരു മിനി സ്ക്രീനിന്റെ മുന്നിലേക്ക് മാത്രം മറഞ്ഞു നിൽക്കാതെ അവരെ ബിഗ് സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പൊ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് മറിമായം ടീമിന്റെ സിനിമ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ, സിനിമ എന്തായാലും നന്നായിരിക്കുന്നവരാണ്. അവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അവർ അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ്. കുറെ കാലമായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു 2ാം ഭാഗം ഇല്ലാത്തത്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം. കാര്യം 32 കൊല്ലമായി സന്ദേശം ഇറങ്ങിയിട്ട്. പക്ഷെ ആ ധർമ്മമാണ് മറിമായൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമയാക്കാൻ ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവര് കണ്ടെത്തുകയും അവര് അതിന് മുന്നോടിയായിട്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കും. അപ്പൊ നമുക്കത് വലിയൊരു ആരാധനയോടെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിനുള്ള എല്ലാ വ്യക്തികളും എല്ലാ വിജയത്തിന്റെ പിന്നിലും ശക്തമായ ഒരു സമർപ്പണം തന്നെയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ ഓരോ സിനിമയും ആദ്യത്തേതാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് മണികണ്ഠനും സലീമിനൊക്കെ നന്നായിട്ട് അറിയാം, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം എല്ലാ വിജയത്തിന്റെ പിന്നിലും കഠിനമായ പ്രയത്നങ്ങളുണ്ട്. എന്നെ ക്ഷണിക്കാൻ വന്ന ഇവരടുത്ത് ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയും മോഹൻലാലൊന്നും വെറുതെ അല്ല 40 കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത്. അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടാണ്, ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥമുണ്ടാണ്. മറിമായത്തിൽ എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം. ഇതൊരു വലിയ വിജയമാവട്ടെ, ഈ സിനിമ നമ്മുടെ മലയാളത്തിലൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ. എനിക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഒരു പരിപാടി ദുബായിലത്ത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇന്നിവിടെ വരാൻ പറ്റിയത്.
മറിമായം ടീമുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട്, പ്രത്യേകിച്ച് മണികണ്ഠനായിട്ട്. മണികണ്ഠൻ 22 വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശമാധവനിലൂടെയാണ്. അതിനു മുമ്പ് മണികണ്ഠൻ എനിക്ക് പരിചയമുണ്ട്. മണികണ്ഠൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിൻ്റെ തിരക്കഥാ രചനയിലൊക്കെ ഭാഗമായിട്ട് ഒരു സിനിമ. അങ്ങനെ എൻ്റെ എഡിറ്റർ രഞ്ജൻ അബ്രഹാമാണ് ഇയാളെല്ലാം പരിചയപ്പെടണം, നല്ല മിടുക്കനാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വിടുന്നത്. മൺകോലങ്ങൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ നായകനായിരുന്നു മണികണ്ഠൻ. അപ്പം മീശമാധവനിലേക്ക് വന്നു. അപ്പം അന്ന് ഞാൻ മണികണ്ഠനോട് പറഞ്ഞു, കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ. കാരണം ഇപ്പോൾ സത്യേട്ടൻ്റെ പടങ്ങൾ കാണുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്ന ശങ്കരാടിച്ചേട്ടൻ, ഒടുവിലേട്ടൻ, അതുപോലെയുള്ള ഇന്നസെൻ്റ് ഏട്ടൻ, മാമുക്ക, അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് അറം പറ്റിയ പോലെ. പക്ഷെ അതിനു മുൻപ് മറിമായം എന്ന് പറയുന്ന പരിപാടി വരെയും ഏതൊരു സിനിമാ താരത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ആക്ടറായിട്ട് മണികണ്ഠനും സംഘവും മാറി. സ്നേഹൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ഒരു കാലത്ത് എൻ്റെ സിനിമയിലെ എൻ്റെ സ്ഥിരം നടന്മാരിൽ ഒരാളായിരുന്നു. അവരിപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു. മണികണ്ഠൻ എഴുതും എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാനും മണികണ്ഠനും കൂടിയിട്ടൊരു സിനിമ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു. നല്ല വായനയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ TV കൊച്ചുബാബയുടെ പടിവാതിൽ എന്ന് പറയുന്നൊരു കഥ മണികണ്ഠൻ സ്ക്രിപ്റ്റാക്കിയിട്ട് എൻ്റെ അടുത്ത് വരെ ഞങ്ങൾ കുറച്ചു കാലം അത് ഡിസ്കസ് ചെയ്യുക ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ അത് നന്നായി എഴുതിയിരുന്നു മണികണ്ഠൻ. അപ്പോൾ ഇത് വെറുതെ ഒരു മോഹത്തിന് പുറകെയുള്ള ചാടിപ്പുറപ്പെടലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമ നല്ല സിനിമയായിരിക്കും. ഇവര് ചെയ്യുമ്പോൾ അതിനൊരു സാമൂഹിക പ്രതിബദ്ധതയും ആക്ഷേപഹാസ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. മറിമായം എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നെഞ്ചോടേറ്റിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അത്രയും തന്നെ പ്രതീക്ഷ ഈ സിനിമയുടെ വേദി ഉണ്ടാവും. അതൊരു ചെറിയ ബാധ്യതയാണ്. അത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും പെട്ടെന്ന് കണ്ട് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് കാണാമെന്ന് വിചാരിച്ചിരുന്നിട്ട് മുഴുവനും കാണുന്ന പരിപാടികളിലൊന്നാണ് മറിമായം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പേരും ഇതിലെ പല എപ്പിസോഡുകളും കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കുന്നവർക്ക്, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും സുപരിചിതരാണ്. പിന്നെ ചില സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു വൈബ്, ആ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഈ പടം കാണണം എന്ന് തീരുമാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ്. മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും മറ്റു ഈ ഇതിലെ മറിമായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ ഇനി കാണാനായിട്ട് എപ്പിസോഡില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും. കാരണം ദൈവം അറിഞ്ഞു കൊടുത്ത കലാകാരെന്ന് വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി. ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ്. ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോയയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നിന്റെ കണ്ണു വരെ നനയിച്ച് കളിക്കുന്നുണ്ട്. സാധാരണ സിനിമകള് കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണു നിറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറിമായം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരു ബംഗാളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി.
കാരണം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ചില്ലറ എപ്പിസോഡൊന്നുമല്ല, ഒരുപാട് എപ്പിസോഡുകൾ. അപ്പോൾ അപ്പൊ എന്നോട് സലീം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും പറയാം, ഞാൻ വന്നോളൂ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ഞാനില്ല, ഇപ്പൊ കുറെ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട്. അപ്പൊ ഇല്ല, വേറെ അധികം നടക്കാനൊന്നുമില്ല. അങ്ങനെ ഇവര് 500ാമത്തെ എപ്പിസോഡിന് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇവര് ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു പോയേനെ. പക്ഷെ ഇവര് എന്നോട് എത്ര രൂപയാണ് പൈസ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ കാശ് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല. എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞോളൂ. ഇവര് പറയുന്നത് ഇല്ല, ഒന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ. അത്രക്ക് ആഗ്രഹം വരുന്നു. അങ്ങനെ തിരിച്ച് ചോദിക്കാനും പറ്റൂല. തിരിച്ചൊന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ, ഞാനത് വെറുതെ പറഞ്ഞാന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സാധനം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പറയും. അതല്ല, ഇങ്ങനെ രാജോസിനാണ്, അതെ അന്ന് കൊണ്ടേക്കോളം നമ്മൾ പറയൂലേ, അത്രേ ഉള്ളൂ. ആ സൗഹൃദം ഇവര് മുതലെടുത്തില്ല. ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത്. അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ 3-4 ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ മാത്രം മതി, ഞാൻ വന്ന് ചെയ്താം എന്ന് പറഞ്ഞപ്പോ അന്ന് 500ാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ പോകരുത്. സംസ്ഥാനം കാണാൻ കുഴപ്പമില്ല, സംസ്ഥാനങ്ങൾ അറിയാം. ഇവിടുന്ന് വിൽക്കുന്ന സാധനങ്ങളുടെ റേറ്റ് അവർക്കറിയാം. കാരണം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം ഉണ്ണിച്ചേട്ടൻ മാത്രമുള്ള കാര്യം. പിന്നെ രണ്ടാമത് അതൊരു തോടി പടമാണ്, ഹിറ്റ് പടമാണ് പുലിവാൽ കല്യാണം. രണ്ടാമത് പിഷാരടിയുടെ പഞ്ചവർണ്ണ അതും സംസ്ഥാനത്തിന്റെ ചിത്രമാണ്. അപ്പൊ എനിക്കറിയാം കച്ചവടത്തിന്റെ നേക്കൊക്കെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ്, നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചറങ്ങാത്ത വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റ്, അയാൾ സാധ്യ ആർട്ടിസ്റ്റ് കേട്ടോ. അയാള് അപ്പോ ബാബുജിനാഥൻ എപ്പോഴും പറയുമായിരുന്നു, അയാൾ മനോജ് ബാജ്പേയിയാണ്, അത്രക്കും മിടുക്കനാണെന്ന്. ഞങ്ങളിങ്ങനെ ഇയാൾ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വരെയും ഞാൻ മണികണ്ഠൻ പറഞ്ഞ വീട്ടില് ഞങ്ങളൊക്കെ പറയുമായിരുന്നു, അടുത്ത സ്റ്റാറാണ് അയാൾ. അപ്പൊ ഞാൻ മണികണ്ഠൻ എന്ത് ഇത്രയും കാലം നീ വന്നില്ല? അപ്പൊ ഞാൻ മണികണ്ഠൻ പറഞ്ഞു, മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. നമസ്കാരം. വളരെ ഒരു സന്തോഷകരമായ വേദിയിലാണ്. ഞാനോട് വൈകിട്ടായിരിക്കും പരിപാടി എന്ന് ഓർത്തിട്ട് വേറെ 1-2 പരിപാടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറ്റിയതാണ്. സലീമ മണികണ്ഠൻ ചേട്ടൻ ചെയ്യുന്ന അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. സലീമ കുഞ്ഞുനാൾ തുടങ്ങി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചു കൊള്ളുന്നത്. ചെറുപ്പകാലം തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു മാറായിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു പറമ്പുണ്ട്. അവിടെ ഒരു കല്ലേക്കടന്നാണ് ഞങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടത്. പതിയെ ഞങ്ങൾ ഇതൊക്കെ ആയി എന്ന് തോന്നുന്നു. ടിവിയിലൂടെയും സിനിമയിലൂടെയൊക്കെ വരാൻ സാധിച്ചു. സലീം കുറച്ചു കാലം വിട്ടുനിന്നു. ഞാൻ പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും സലീം സജീവമായി ഈ രംഗത്തേക്ക് വന്നു. അവരുടെ പഞ്ചായത്ത് കെട്ടി എന്ന ഈ കഥയിൽ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മുടെ നാടിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിനിമ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സലീമിന് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്ന കൂട്ടുകാരൻ എന്നുള്ള ആൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ അവന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നതുമല്ല, ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നതാണ്. സലീം ഒരു പൊളിറ്റീഷ്യനാണ്. അയാൾ വാർഡ് മെമ്പറായിരുന്നു.
അപ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള കുറേ രസങ്ങൾ പല സമയത്തായിട്ട് പറഞ്ഞത് പിന്നീട് എപ്പോഴൊക്കെയോ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അങ്ങനെ വെറുതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പ്രൊഡ്യൂസറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി സാറ് എങ്ങനെയോ എന്നെ വിളിക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെ ഉണ്ണി സാറെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ, ഈ മറ്റേ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുട്ടാൻ സാറേ, അങ്ങനെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. ആദ്യമേ പ്രൊഡ്യൂസർ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് കേൾക്കാതെയാണ് ഞങ്ങൾ വീണ്ടും സിനിമയിലുള്ള ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇത് ഞങ്ങളിൽ തന്നെ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ഉത്തരവാദിത്വമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. മറിമായം അല്ല സിനിമ എന്നും നമുക്ക് അറിയാം. പക്ഷെ ഒരു 13-14 വർഷത്തോളമുള്ള ഒരു കാലയളവിൽ അഭിനയത്തിന്റെയും വിഷ്വൽ സാധ്യതയുടെയും ഒക്കെ ആലോചനകളും ഒക്കെ ഉരുക്കൂട്ടി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പരസ്പരം പറയാറ്. മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഒരു നല്ല സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. എല്ലാവരോടും വലിയ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഉറപ്പായിട്ടും ഈ സിനിമ നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് തന്നെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടൻ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ കണ്ടമിടറുകയാണ്. കാരണം ഞാൻ ഗുരുതുല്യ തുല്യരായി സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചു പടത്തിന് തുടക്കം കുറിക്കാൻ എത്തിയെന്നത് ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ്. സാധാരണക്കാർ, ഞാനൊരു നടനല്ല, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെന്നെ നടനാക്കിയതാണ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എൻ്റെ ജീവിതം ഞാൻ പറയും, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കും. നമ്മൾ ഈ കള്ളു കുടിക്കണവരുടെ കൂടെ കൂടിയാൽ നല്ല കുടിയനാവും, കഞ്ചാവ് വലിക്കണവരുടെ കൂടെ കൂടിയാൽ നല്ല വലിക്കാരനാവും. എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നു കൂടിയത് അധികായരായ നടന്മാർ, അസാധ്യ കലാകാരന്മാരായ മണിയേട്ടന്റെയും നിയാസിക്കാരുടെയും വിനോദ് ഗോവിന്റെയും ഒപ്പമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല. മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ചു പേര് മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി, കേട്ടറിഞ്ഞവരും എത്തി. ഹൃദയത്തിൽ ചാലിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഗുരുനാഥന്മാർ, സിനിമയിലെ മഹാരഥന്മാർ, സുഹൃത്തുക്കൾ, അഭിനയിക്കുന്നവർ, ഞങ്ങളോടൊപ്പം ഇനി 10-45 ദിവസം സഹകരിക്കാനുള്ളവർ, ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ, ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു. ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം. ഇത് നമ്മുടെ സിനിമയാണ്. ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോൾ ഉള്ള മുഴുവൻ നടന്മാരുടെ അടുത്തും ഞാനും മണിയേട്ടനും പോയി കഥ പറഞ്ഞ്, കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ. ആർക്കും നേരമില്ല. ഒരാൾ പറഞ്ഞ 6 കൊല്ലം കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ ഞാനും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു പോകും. കാരണം അവന് 10-25 വയസ്സുള്ളൂ. അവന് 6 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറും ഞാനൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടല്ല. നമുക്കാണെങ്കിൽ ഈ പടവും ചെയ്യണം. അതുപോലെ 6-7 മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോ ഉണ്ണിസാർ എന്നോട് പറഞ്ഞ്, ഒരു പണി ചെയ്യും, നീയേ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്നോട്. അപ്പൊ ഞാൻ പറയും, ഞാനില്ല, ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല, ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം, ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും, നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നുമല്ല, വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. നിൽക്കുമ്പോൾ എനിക്കൊരു വലിയ അപരിചിതത്വമുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സഹപ്രവർത്തകരും
വളരെ സരസമായ സിനിമ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സത്യേട്ടൻ്റെ അടുത്തെന്ന് പറഞ്ഞു ഒരു പോലീസ് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു. ഈ ആക്ഷൻ പടം ചെയ്യുന്നവർ ഒട്ടും തന്നെ ഇത്തരമുള്ള സദസ്സുകളിലേക്ക് വിളിക്കാറില്ല ഞങ്ങളിതൊന്നും. ഈ വളരെ സന്തോഷമുണ്ട്. മണികണ്ഠൻ നേരത്തെ എല്ലാവരും മണികണ്ഠനെ കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു. മണികണ്ഠന് മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എഴുത്തുകാരനായാലും സംവിധായകനായാലും നടനായാലും ഒക്കെ അതിനുള്ള എല്ലാ കഴിവും മണികണ്ഠൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ ടീമും വളരെ നല്ല ടീമാണ്. അപ്പോൾ സപ്താരംഗിൻ്റെ മറ്റ് സിനിമകൾ പോലെ തന്നെ ഈ സിനിമയും ശ്രദ്ധേയമാവട്ടെ. ഇവരെക്കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ മറിമായോ ഞാനും ഷാജി ഗ്ലാസൊക്കെ എല്ലാവരും ധാരണ ഞങ്ങളൊക്കെ വലിയ രക്തം ചുരുക്കുന്ന സിനിമകൾ മാത്രം കാണുന്ന ഒരാളെന്നാണ്. പക്ഷേ ഷാജിയൊക്കെ ഈ മറിമായോ കണ്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സത്യേട്ടനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, സത്യേട്ടൻ ഒരിക്കലും സന്ദേശത്തെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ, സത്യേട്ടൻ ഒരിക്കലും പറയാത്തൊരു സിനിമയുണ്ട് പിൻഗാമി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് സത്യേട്ടൻ അത് വീണ്ടും ഒന്ന് റിമേക്ക് ചെയ്യണം, നമ്മുടെ ഫഹദ്വാസിനെ പറ്റി വെച്ചു. അത് കാരണം ഈ ത്രില്ലർ സിനിമകളുടെ ജോണറിൽ ഇത്ര മനോഹരമായ ഒരു കുടുംബകഥയെ ബ്ലെൻഡ് ചെയ്ത് പറഞ്ഞൊരു സിനിമയില്ല. അതുപോലെ അർത്ഥമൊക്കെ ഉണ്ട്. അതുപോലെ ലാൽ ജോസും ആക്ഷൻ പടമൊക്കെ ചെയ്യാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരാളാണ്. പിന്നെ അവർ ഷാഫി അതൊക്കെ തെളിയിച്ച ആളാണ്. അതെന്തായാലും മണികണ്ഠനും ഈ ടീമും ഒക്കെ ആക്ഷൻ സിനിമകളിലേക്കും കടന്നു വരട്ടെ. മലയാള സിനിമയിൽ അവർ വളരെ സജീവമായി അവർ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സപ്തനെങ്കിലും അവരുടെ മാനേജിംഗ് എല്ലാവർക്കും എൻ്റെ അഭിനന്ദിക്കുന്നു. ഈ മറിമായം നേരത്തെ കുമ്പേർ പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ലോകം ഒട്ടുക്കും ഉള്ള മലയാളികൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡാണ്, സീരിയലാണ് മറിമായം. ഞാനും 604ാമത്തെ എപ്പിസോഡ് വരെ കണ്ടിന്. അതിനപ്പുറം കാണാൻ പറ്റിയില്ല. ഈ 630-635 എപ്പിസോഡായെന്ന് തോന്നുന്നു. ഈ എപ്പിസോഡിൽ പല എപ്പിസോഡുകളും നമ്മളെ കണ്ണ് നനയിക്കുന്ന എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്, ചിരിപ്പിക്കുന്ന എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. ഒരു കോമഡി മാത്രമല്ല, പലതും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന വേദന, നമുക്കും നാളെ ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്നുള്ളൊരു എനിക്കൊന്ന് 604ാമത്തെ എപ്പിസോഡിൽ കാണുമ്പോൾ എനിക്കെന്ന് തോന്നി നാളെ നമ്മളെ മക്കളും ഇങ്ങനെ നമ്മൾ ചെയ്യുമോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ അത്ഭുതത്തിൽ ഈ അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇന്ന് മലയാള സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും, ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും വെല്ലുവിളിക്കുന്ന അഭിനയമാണ് ഈ മറിമായത്തിലുള്ള എല്ലാ അഭിനേതാക്കളും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ പഞ്ചായത്ത് ചെട്ടി. ഇപ്പൊ ഞാനിപ്പോ തലശ്ശേരിയിൽ നിന്ന് വന്നത് ഇതിന്റെ പ്രൊഡ്യൂസറെ സ്നേഹം കൊണ്ടല്ല, ഈ മറിമായത്തിന്റെ അഭിനയിക്കുന്നവരുള്ള ആരാധന കൊണ്ടാണ്. മമ്മൂക്ക വരാൻ സമ്മതിച്ചതും ഈ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടില്ല, ഈ മറിമായത്തിന്റെ ഉള്ള ആരാധന കൊണ്ടാണ്. അതിൽ അഭിനയിക്കുന്ന അവരുടെ ആരാധന കൊണ്ടാണ്. മമ്മൂക്ക പല ഇന്റർവ്യൂവിലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ നിർഭാഗ്യത്തിന് ലൊക്കേഷൻ മാറി വരാൻ പറ്റിയില്ല. നമുക്ക് ലൊക്കേഷനിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പടം ഇന്ന് കേരളം ഒട്ടുക്കും ശ്രദ്ധിക്കുന്ന ഒരു പടമായിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങളെ അങ്ങേയറ്റം നിങ്ങളുടെ അഭിനയത്തിന്റെ എല്ലാ അവസാന ഇതും ഇതിലേക്ക് വിലയിരുത്തണം, സ്ക്രിപ്റ്റിനകത്ത് നോക്കണം. എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ കുഴപ്പമുണ്ടെങ്കിൽ മാറ്റി എഴുതണം. കാരണം ഇതൊരു വിജയം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വിജയപരാജയത്തിന്റെ ഒരു തുടക്കമാണ്. നാളെ ഈ പടത്തിന്റെ പരാജയം വന്നാൽ നിങ്ങളുടെ മറിമായത്തിനെയും ബാധിക്കുന്നത്, വിജയം വന്നാൽ അതും മറിമായത്തെ ബാധിക്കും. രണ്ടും ബാധിക്കുന്നതാണ്. കാരണം ഞാൻ കുറെ കാലമായി തീരുമാനിച്ചൊരു പടം ചെയ്യണമെന്ന് ഇങ്ങനെ നിരന്തരം നിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിയാസിനെ എപ്പോഴും വിളിക്കും, വിനോദ് ഗോപുരിനെ വിളിക്കും. എനിക്ക് ഇവർ രണ്ടുപേരും മാത്രമേ നമ്പർ എന്നെ കയ്യിൽ. എപ്പം സ്ക്രിപ്റ്റ് റെഡിയാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത് സപ്തർക്കൊക്കെ ഉണ്ണിക്കടന്ന്. എല്ലാ വിജയാശംസകളും 1000 വട്ടം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തിയായിരുന്നു. ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആകട്ടെ. അതിന്റെ പടത്തിന്റെ വിജയാഘോഷം കൂടി ആഘോഷിക്കാൻ നല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മറിമായം എന്ന പ്രോഗ്രാം ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു മറിമായത്തിനെ കുറിച്ച് വളരെ
വളരെ നല്ല രീതിയിൽ, കാരണം വെച്ചാല് മലയാള സിനിമയിൽ മലയാള ടെലിവിഷൻ രംഗത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും വിജയിച്ച ഒരു പ്രോഗ്രാമിലൊന്നാണ് മറിമായം. അതിപ്പോൾ സിനിമയായിട്ട് വരികയാണ്. ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറിമായ പ്രോഗ്രാം നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. കാരണം സമകാലീന പ്രശ്നങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രോഗ്രാമും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിലെ ഓരോ കലാകാരന്മാരും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ഭാഗം അഭിനയിച്ച് ഇതുവരെ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്. അത് ഈ സിനിമയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചായത്ത് ജട്ടി ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറയാൻ കേട്ടിട്ട് സത്യത്തിൽ സങ്കടവും സന്തോഷവും ഒക്കെ കൂടി ഇടകലർന്നൊരവസ്ഥയിലാണ് കിടക്കുന്നത്. സത്യൻ സാറ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വേഷങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയല്ല, എന്നെ ശീതളൻ എന്നൊക്കെയാണ് സാറ് വിളിക്കുക. ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് വിളിക്കും. അത്ര കണ്ട് ഇഷ്ടമാണ് സത്യൻ സാറിനൊക്കെ. സത്യൻ സാറ് എനിക്കും വിനോദ് ഗോപൂരിനും സലീമിനും മണി ഷോർണൂരും ഒക്കെ വേഷം കൊടുത്തിട്ടുള്ള സാറാണ്. അപ്പോൾ ഞങ്ങൾ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തത് സത്യം സാർ. അതേമാതിരി സലീമായിട്ടിനൊക്കെ മിക്ക എപ്പിസോഡുകളും കഴിയുമ്പോൾ വിളിച്ചേടാ ഞാൻ അത് ചെയ്ത് നന്നായിട്ടുണ്ട്, അങ്ങനെയായിട്ടുണ്ട് എല്ലാം ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നവരാണ്. ഇന്ന് ഞങ്ങളുടെ ഗുരുനാഥന്മാര് ഇവിടെ ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള ഓരോരുത്തരും. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സത്യത്തിൽ നന്ദിയാണ് പറയാനുള്ളത്. ഞങ്ങളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങേയറ്റം ഞങ്ങളെ നല്ല ഊർജം തന്ന് ഞങ്ങളിതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് സന്തോഷം, നന്ദി മാത്രം പറയുകയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സപ്തതരംഗ ക്രിയേഷൻസിനോടാണ്. കാരണം ഞങ്ങളതിന് സജ്ജമാക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഒരു മനസ്സ് കാണിക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് താങ്ക്സ് സപ്തതരംഗനോട് അറിയിക്കുന്നു. പിന്നെ വേറൊന്നും പറയാനില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ മറിമായത്തിന് നൽകുന്ന ഈ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ ഈ സിനിമ റിലീസാവുമ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ട് ഇതൊരു വൻ വിജയമാക്കി തരണം എന്നുകൂടി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. 14ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മറിമായം. ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മറിമായത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അന്ന് മുതൽ മറിമായത്തിലെ മൊയ്തുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 700 എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് മറിമായത്തിലൊരു വേഷം തരുമോ, ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന മനോരമയുടെ നന്ദി. ഇത് ഞങ്ങളുടെ 2ാമത്തെ സിനിമയാണ്. ശരിക്കും 2013 വല്ലാത്ത പഹയൻ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ചേർന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതും നല്ല സിനിമയായിരുന്നു. മനോരമ തന്നെയാണ് സിനിമ എടുത്തത്. മനോരമയിൽ വന്ന സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട്. അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ്. അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ജട്ടി ഞങ്ങൾ ഒരുക്കുന്നത്. കാരണം ഇത് സലീം ഹസന്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു കഥയാണ്. ആ കഥ സലീമും മണിയേട്ടനും ഒരുപാട് ദിവസങ്ങളിരുന്ന് അത് സ്ക്രിപ്റ്റാക്കി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ദിവസം അത് വായിച്ചു. ഒരുപാട് മാറ്റങ്ങൾ, മാക്സിമം തമാശകൾ എത്തിച്ച ആളുകൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊഡ്യൂസർമാർ സപ്തതരംഗ്, അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് മറ്റാരും ഇല്ല, താരങ്ങളാരും. ഇപ്പം സലീം കുമാർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ രംഗത്തുനിന്നുള്ള ഒരാൾ. ബാക്കിയെല്ലാം ഞങ്ങൾ മറിമായം താരങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ അവർ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ചടങ്ങിൽ വന്ന സത്യൻ സാറ്, ലാൽജു സാറ്,
ഷാഫി സാറ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഒരു നെഞ്ചിടിപ്പ്. കൂടുതലൊന്നും പറയാനല്ല, ഇതിൻ്റെ എല്ലാ വിജയങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ സിനിമ വിജയിക്കുക എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമില്ല. പക്ഷേ സിനിമയിൽ എത്ര തിരക്കിലായാലും മറിമായം വിട്ടു പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഉള്ളത്. ഒരു സംശയമില്ല, നല്ല ഗംഭീര സിനിമയായിരിക്കും, നല്ല തമാശകളുണ്ടാവും, അതുപോലെ തന്നെ ചിന്തിക്കാനും വഴിയൊരുക്കും. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്, എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. ഈ സമയത്ത് എന്താണ് പറയണതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. നേരത്തെ വിനോട്ടനൊക്കെ പറയും പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു സംഗതി പുറത്തേക്ക് വരാൻ പോവാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. കാര്യം പെട്ടെന്നുണ്ടാവുന്നതല്ല സിനിമ, എല്ലാവർക്കും അറിയും പോലെ. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് മണിയേട്ടനും സലിമിക്കയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇടവേളകളെല്ലാം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ഞങ്ങളുടെ സംസാരം. അപ്പോൾ അങ്ങനെ അതൊരു സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ആദ്യം ഈ സമയത്ത് നന്ദി പറയുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസർക്കാണ്. കാരണം മറിമായം എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഹിറ്റ് പരിപാടിയാണ്, എന്തുമായിക്കോട്ടെ. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അതിന് പൈസ മുടക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. എത്ര പൈസയുള്ള ആൾക്കാരാണെങ്കിലും ഒരു 3 വട്ടം അത് ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര പ്രൊഡ്യൂസർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 100% എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന. അപ്പം മറിമായത്തിന്റെ വിജയം നേരത്തെ ഇപ്പം ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെയാണ് ഇപ്പം ഈ സിനിമയിലും ഭാഗ്യവശാൽ വന്നു ചേർന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ, അതുപോലെ ഞങ്ങളുടെ ക്യാമറമാൻ, അങ്ങനെ എല്ലാവരും നമുക്ക് എന്തും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ടീം ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയാസിനോടും ഒരുപാട് നന്ദി. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, മറിമായം സ്വീകരിച്ചതുപോലെ തന്നെ ഈ സിനിമയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഒപ്പം ഇവിടെ വന്ന ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഞങ്ങളെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ, അതൊക്കെ തന്നെയാണ് ഊർജം. 14 വർഷമായിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എല്ലാവരും തരുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഈ അഭിനന്ദനങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറിമായം എൻ്റെ ഒരു കോളേജാണ് അഭിനയത്തിൻ്റെ. കാരണം അവിടുത്തെ പ്രൊഫസർമാരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. അവരുടെ കൂടെ ഓരോ ദിവസവും അഭിനയത്തിലെ ഓരോ പോരായ്മകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അത് എങ്ങനെ നന്നാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മിമിക്രിയിലൂടെയാണ് സ്റ്റേജിൽ ഇത് സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ മുഖം കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മറിമായം തന്നെയാണ്. ജോസ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, നാഷിക്കയുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, ഇനിയിപ്പോൾ സത്യൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം. കാരണം നേരത്തെ നിയാസ്ക പറഞ്ഞ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നാൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം ഈ മറിമായത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ മറിമായം ടീമിന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മുടെ സപ്തതരംഗം മുന്നോട്ട് വന്നതിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. പിന്നെ ഒപ്പം ഞങ്ങളെ എന്താ പറയുക 10-14 വർഷമായിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന മഴവിൽ മനോരമ, അതും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും മറിമായം എന്ന പ്രോഗ്രാമിന് തരുന്ന ആ ഒരു പ്രോത്സാഹനം നമ്മുടെ ഈ സിനിമയ്ക്ക്, പഞ്ചായത്ത് ചേട്ടി ഞങ്ങളുടെ ഈ സിനിമയ്ക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും കൂട്ടായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉണ്ണി സാറും സംഘവും. ഞങ്ങളുടെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ 2023-24 കാലഘട്ടത്ത് ഞാനും ചെറുതായ ഒരു സിനിമാ നടനായി. സത്യേട്ടനാണ് മകൾ എന്ന സിനിമയിലേക്ക് എന്നെ നേരിട്ട് വിളിച്ച് രാമേട്ടൻ എന്ന കഥാപാത്രം തന്നത്. പിന്നെ മറിമായം എന്നും കണ്ട് സന്തോഷിച്ച് അഭിപ്രായം പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ സിനിമയായ റോഷാക്കിൽ എനിക്ക് നല്ലൊരു വേഷം തന്നു. ഇപ്പോൾ മമ്മൂക്കാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അതിനും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ വിനയ് പോർട്ടും സർഫുദ്ദീൻ്റെ ഒരു പടം തലശ്ശേരിയിൽ നടക്കുന്നുണ്ട്, അതിലൊരു നല്ല വേഷം ചെയ്യുന്നു. ഞങ്ങളുടെ മുതലാളി മണിയേട്ടനും ഏത് സമയത്തും സ്പോട്ടിൽ കൗണ്ടർ അടിക്കുന്ന ഞങ്ങളുടെ ഹാസ്യതാരം സലീം ഹസനും ചേർന്ന് മലയാളത്തിനൊരു പുതിയ സിനിമ സമ്മാനിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. മിമിക്രി കാലം തൊട്ട് ഗുരുനാഥനും സഹപ്രവർത്തനും ഒക്കെ ആയ ഞങ്ങളുടെ സലീംക്ക് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടാവണം. മറിമായം നിർത്തുമെന്ന് എല്ലാവരും ചോദിച്ചല്ലോ. മനോരമ പറഞ്ഞു വിടുന്നവരെ ഞാൻ മറിമായത്തിലുണ്ടാവും. എല്ലാവർക്കും നന്ദി. സന്തോഷം എന്നാ പറയണമെന്ന് അറിയില്ല. അത് നമ്മളെ കുടുംബത്തിലൊരു സിനിമയാണ്. മൂത്തേട്ടനും ഏളിയനും സംവിധാനം. അപ്പൊ നമ്മളെ സഹോദരൻ ഒരു സഹോദരിയൊക്കെ ഉണ്ട്. അത് കട്ടൊക്കെ കൂടെ വെക്കും. അത് വലിയ വിജയമാവട്ടെ. ഏറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ മറിമായം ഉണ്ണിയായി കാസർഗോഡ് ഉണ്ണി ആയത് ഈ മറിമായം തന്നെയാണ്. കാരണം 10-28 വർഷം കലോത്സവത്ത് ഞാൻ അധികം റെയിൽവേ സ്റ്റേഷനിൽ അന്ന് കിടന്നുറങ്ങല്ല. കലോത്സവം വന്നിട്ട് റൂമൊന്നും കിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് റൂം കിട്ടാനിട്ടല്ല. ഇപ്പോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കിടന്നാൽ അടുത്ത TTRനെ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി കിടത്തും. അധികം മറിമായം മാത്രം തന്ന സ്പേസാണ്. സിനിമയും കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തം സിനിമയാണ്, ഏറെ സ്നേഹം. അതുപോലെ ഈ ഒരു യാത്ര ഇങ്ങനെയൊക്കെ ഒരു ബലം തന്നത് മഴൽ മനോരമ തന്നെയാണ്. കാരണം എൻ്റെ ഒരു കലോത്സവം 20 കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റിൽ സമ്മാനം പഠിച്ചതാണ്. പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും അത്. ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ചിലപ്പം സമ്മാനം കിട്ടാത്ത സംസ്ഥാനത്ത് 20 കൊല്ലം തുടർച്ചയായിട്ട് മൈം സ്കിറ്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ അപ്പൊ മഴൽ മനോരമ മറിമായം ഇങ്ങനെ ഒരു സ്പേസ് തന്നതും ഒരു കലാകാരൻ്റെ ഊർജ്ജമാണ്, ഒരു സ്നേഹമാണ്, ഒരു ബന്ധമാണ്, കുടുംബം തന്നെയാണ്. വിനോദം പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം കുടുംബം, ആ കുടുംബത്തിലൊരു സിനിമയാണ്. അതിനെല്ലാം പ്രഗത്ഭൻ ആദർശിക്ക അല്ലെങ്കിൽ എല്ലാവരും വന്ന് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ 2 വർത്താനം പറയാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷം. സിനിമ അടിപൊളിയാവും. മണിയേട്ടനും നമ്മുടെ സ്വന്തം സനിക്കും ഒരു കുടുംബവും എല്ലാം കൂടിയിട്ട് യാത്രയാണ് സിനിമ. അത് അടിപൊളിയാവും. സ്നേഹം. ഒരുപാട് സന്തോഷം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മറിമായ ഇവരുടെ പരിപാടി കാണുമ്പോൾ തന്നെ സത്യത്തിൽ അസൂയുണ്ട ശരിക്കും. കാരണം അത്ര എന്താ പറയാ വലിയ പെർഫോമൻസ് ആണ്. പിന്നെ നിയാസൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് എപ്പോഴും വിളിക്കും. പിന്നെ എന്റെ പാരഡി പാട്ടുകൾ ഇതുപോലെ തന്നെ ഇവരും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് അല്ലെ, മണിച്ചേട്ടനായാലും. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. ഈ പടത്തിലൊരു വേഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വേഷം ഉണ്ടെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം ഇവരുടെ ഈ ടീമിന്റെ കൂടെ കൂടാൻ പറ്റുകയാണെങ്കിൽ. സന്തോഷം. താങ്ക് യു സോ മച്ച്.